ഇപ്പോൾ ഈ സ്ട്രോക്കിലെ വൈകല്യത്തെക്കുറിച്ച് പറഞ്ഞല്ലോ, അതിന് അത് ഫിസിയോതെറാപ്പിയിലൂടെ ഈ നടക്കാനൊക്കെ ഉള്ള ഒരു ഇത് നിരന്തരമായിട്ട് ഫിസിയോതെറാപ്പി ചെയ്ത് വീണ്ടെടുക്കാൻ പറ്റും, നടക്കാനൊക്കെയുള്ള ചലനശേഷിയെല്ലാം. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 70% ആൾക്കാരിലും നമ്മൾ ഈ പുനരധിവാസം റീഹാബിലിറ്റേഷൻ വഴി ഓൾമോസ്റ്റ് ബാക്ക് ടു നോർമൽ ആവും. പക്ഷേ ഒരു 30 തൊട്ട് ഒരു 20% ആൾക്കാരിൽ വൈകല്യങ്ങൾ കാരണം അവർക്ക് നടക്കാൻ പറ്റും, പക്ഷേ പഴയ പോലെ നോർമൽ ആവില്ല. ഒരു 5% ആൾക്കാർ കിടപ്പ് രോഗികളായി. അതുപോലെ സംസാരശേഷിയിലും ഇതേപോലെ സ്പീച്ച് തെറാപ്പി. അതായത് നമ്മൾ ഈ ബ്രെയിനിൻ്റെ ഒരു കുഴപ്പം, നമുക്ക് ഇപ്പം കരൾ ഡാമേജ് ആയാൽ നമുക്ക് കരൾ മാറ്റാം, കിഡ്നി ഡാമേജ് ആയാൽ കിഡ്നി മാറ്റാം, ഹൃദയം ഡാമേജ് ആയാൽ ഹൃദയം വരെ മാറ്റാം. പക്ഷെ തല മാറ്റാൻ ഒക്കില്ല, തലച്ചോറ് മാറ്റാം. ഒരിക്കൽ ഡാമേജ് ആയ ആ ഭാഗം പോയി. അപ്പം അതിൻ്റെ ജോലി വേറുള്ള ഭാഗങ്ങൾ ഏറ്റെടുത്താൽ മാത്രമേ ഈ വൈകല്യം കുറയുള്ളൂ. ഇപ്പോൾ ഉദാഹരണം സംസാരശേഷി പോയി കഴിഞ്ഞാൽ ആ ലെഫ്റ്റ് തലച്ചോറിൻ്റെ ഇടത് തലച്ചോറിൻ്റെ ഭാഗമാണ് സംസാരം കൺട്രോൾ ചെയ്യുന്നത്. അവിടെ പോയാൽ അത് പോയി. അതിൻ്റെ ചുറ്റുമുള്ള ഭാഗങ്ങളോ വലതുവശത്തെ ഭാഗങ്ങളോ ആ ജോബ് ഏറ്റെടുക്കണം. റീകൂപ്പ് ചെയ്യാൻ പറ്റില്ല, ഇല്ല, അത് സ്വന്തമായിട്ട് വരില്ല. അത് പോയി. സ്ട്രോക്ക് വന്നതല്ല, ഒരു അപകടത്തിൽപ്പെട്ടതാണ് നടൻ ജഗതി ശ്രീകുമാർ. അദ്ദേഹത്തിന് സംസാരശേഷി നഷ്ടപ്പെട്ടെടുക്കാൻ പ്രയാസം. അതായത് ഇതിൻ്റെ ജോലി വേറൊരു ഭാഗം ഏറ്റെടുക്കുമ്പോൾ അവിടെ മൾട്ടിപ്പിൾ കാര്യങ്ങളുണ്ട്. അത് ഒന്ന് പ്രായമാണ്, അതായത് കുഞ്ഞു കുട്ടികളിലാണ് സ്ട്രോക്ക് വരുന്നതെങ്കിൽ ഒരു കംപ്ലീറ്റ്ലി നോർമലാവും. ഒരു 80 വയസ്സിലാണ് സ്ട്രോക്ക് വരുന്നതെങ്കിൽ അവർക്ക് കാര്യമായ ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തേയില്ല. അപ്പോൾ ആ ഒരു റീജനറേറ്റീവ് കപ്പാസിറ്റി ഓരോ ആൾക്കാരിലും ഡിഫറൻ്റ് ആണ്. അത് ഓരോ ഇപ്പോൾ ജനറ്റിക് ട്രൈറ്റ്സ് ആയിരിക്കാം, പക്ഷേ അത് ഏജ് വ്യത്യാസം വരാം, ജനറ്റിക്സ് വ്യത്യാസം വരാം, നമ്മൾ എത്രത്തോളം റീഹാബ് ചെയ്യുന്നു എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിരിക്കാം. ഇപ്പോൾ സ്ട്രോക്ക് വന്നായാലും ഇപ്പോൾ ഒരു അപകടത്തിൽപ്പെട്ടായാലും തലച്ചോറിൽ അതിൻ്റെ സംസാരശേഷി പോകുന്ന ഒരാൾക്ക് വീണ്ടെടുക്കാൻ പറ്റും. പൂർണ്ണമായി പോകണമെന്നില്ല. അത് ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ജഗദീഷ് ശ്രീകുമാറിൻ്റെ തലച്ചോറിൻ്റെ പല ഭാഗത്തും കേടുണ്ടായിരിക്കാം, എനിക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് അറിയില്ല. അപ്പോൾ ഈ ജോബ് ഏറ്റെടുക്കാനുള്ള ഭാഗവും ഡാമേജ് ആണെങ്കിൽ പിന്നെ എങ്ങനെ റിക്കവറി വരും? ചെയ്യാൻ പറ്റില്ല. അപ്പം അതായിരിക്കാം കാരണം. സ്ട്രോക്ക് വരാതിരിക്കാൻ അല്ലെങ്കിൽ ഒരു 1, 2, 3, 4, 5 എന്നുള്ള രീതിയിൽ ഒരു അഡ്വൈസ് കൊടുക്കാൻ പറ്റും. ഒന്ന്, ജീവിതശൈലി ശ്രദ്ധിക്കുക. 2, ഈ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ ഷുഗർ, BP, കൊളസ്ട്രോൾ ഇല്ലെങ്കിൽ ഉണ്ടോയെന്ന് ചെക്ക് ചെയ്യുക, ഉണ്ടെങ്കിൽ അത് മര്യാദയ്ക്ക് കൺട്രോൾ ചെയ്യുക. 3, ഈ ദുശീലങ്ങൾ, പുക, മദ്യം, പ്രത്യേകിച്ച് മദ്യം ചോദിച്ചോട്ട് മദ്യം അത് ഉണ്ടെങ്കിൽ ഒഴിവാക്കുക, ഇല്ലെങ്കിൽ തുടങ്ങാതിരിക്കുക. 4, വ്യായാമം. ഒരു മിനിമം ഒരു 20 തൊട്ട് 30 മിനിറ്റ് വരെ വ്യായാമം 5 ദിവസം പറ്റുന്ന രീതിയിൽ നടക്കുക. ജിമ്മിൽ പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല, നടക്കുന്നതാണോ ഏറ്റവും നല്ല വ്യായാമം? ഏറ്റവും നല്ല വ്യായാമം ഓരോ ഇൻഡിവിജ്വലിൻ്റെ കപ്പാസിറ്റി അനുസരിച്ചിരിക്കും. ഇപ്പം എനിക്ക് കുറച്ചുകൂടെ ഓടാൻ കഴിയുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് അതാണ്. പക്ഷെ എല്ലാവർക്കും അത് ഇപ്പം മുട്ട് തേയ്മാനം വന്ന് 60 വയസ്സുള്ള ആളുകളൊക്കെ ഞാൻ ഓടാൻ പറയുന്നത് ശരിയല്ലല്ലോ. നീന്തൽ നല്ല വ്യായാമമാണ്. അപ്പോൾ ഓരോ ആൾക്കാർക്കും പറ്റുന്ന അവരുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ചുള്ള വ്യായാമം ഐഡൻറ്റിഫൈ ചെയ്യുക. ഇപ്പം മുട്ടുവേദനയായിട്ട് ഞാൻ ഓടി മുട്ടുവേദന കൂട്ടുന്നതിനെക്കാട്ടി നല്ലതല്ലേ ഒരു ഇടത്തരം സ്പീഡിൽ നടക്കാൻ പറയുന്നത്. അപ്പോൾ ഇൻഡിവിജ്വൽ കപ്പാസിറ്റി അനുസരിച്ച് നമ്മളൊരു വ്യായാമം ഐഡൻറ്റിഫൈ ചെയ്യുക, അത് ചെയ്യുക എന്നുള്ളതാണ്. 4, എന്തെങ്കിലും മരുന്നുകൾ കഴിക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ ഉദാഹരണങ്ങൾ ഈ ഷുഗർ, BP അങ്ങനെയുള്ള മരുന്നുകൾ മുടക്കാതെ കൃത്യമായി അത് കഴിച്ച് ഒരു ഡോക്ടറിനെ കണ്ട് അതിൻ്റെ വാല്യൂസൊക്കെ നോക്കി അതിൻ്റെ ഡോസ് അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ സ്ട്രോക്ക് വരാതിരിക്കാൻ പ്രാർത്ഥിക്കുക.